ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ 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 നാരായണായ നമഃ. ശ്രീരാമാഭ്യുന്നതി മന്ത്രം കളരിസ്പന്ദനം നടത്തുന്ന 8ാമത് രാമായണ പാരായണ സത്സംഗമത്തിലേക്ക് സ്വാഗതം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ ഗം ഗണപതയേ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാമനായി മാനുഷ വ്യാപാരജാതയാം രാമായണാഭിധാമാനന്ദദായിനി സൽക്കഥാമി പ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാനാനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയെ തത്തൽ ക്രിയാകാലദേശോചിതം നിജാചിത്തേ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ സ്വത്വാദികളാം ഗുണങ്ങളിൽ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാൻ അവ്യക്തനദ്വയൻ കാമാദികളാലുക്തനവ്യയൻ വ്യോമവദ് വ്യാപ്തനന്ദനാനാമയൻ ദിവ്യാമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സൗമ്യപ്രബോധമുണ്ടായെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ വിസഞ്ജായതേ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറു ഞാണൊലിയിട്ടിതു. മർക്കടൻ മാരവനെ കണ്ടു പേടിച്ചു ചക്രൂകിലൂകില ശബ്ദം പരവശാൽ വക്രോപരി പാഞ്ഞുകല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെയൊടുക്കുവാൻ ഉൾക്കാമ്പിലഭ്യൂതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു ഭല്ലൂകവൃന്ദവും വല്ലാതെയായിതു. ലക്ഷ്മണനാഗതനായതറിഞ്ഞതാ തൽക്ഷണമംഗതനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ആശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛവത്സത്വം പൃഥ്വ്യനെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാലനർത്ഥമിളംബിതം വരും. ഉഗ്രനാമഗ്രജനോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാൽ അഗ്രജ മാർഗം ഗമിക്കേണമെന്നുണ്ടു സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലതേ വരും എന്നരുൾ ചെയ്തതു ചെന്നു പറയകന്നു ചൊന്നതു കേട്ടൊരു ബാലീതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്നിച്ചു ചൊല്ലിനാൻ.
കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി. കാപേയഭാവം കളഞ്ഞു വന്നിക്ക ചെന്നാപത്തതല്ലായികിലുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു മന്ത്രി പ്രവരരാം മാരുതി തന്നോടും ചിന്തിച്ചു ചൊല്ലിനാൻ അങ്കദനോടും കൂടന്തികെ ചെന്നു വന്നിക്ക സൗമിത്രിയെ. സ്വാന്തനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരിക ശാന്തനായൊരു സുമിത്രാതനയനെ. മാരുതിയെ പറഞ്ഞേവ മയച്ചത താരയോടാൽ ആർക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാനനെ പോകേണമാശു നീ താരേ മനോഹരേ ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ. പിന്നെ നീ കൂട്ടിക്കൊണ്ടിന്നു പോന്നെന്നെയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം. യുദ്ധമാർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷാം പ്രവേശിച്ചു നിന്നിടിനാൻ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാൻ. ഭക്ത്യാ കുശലപ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തു ഭാഗെ നിന്നരുളുവാനന്ദാപുരത്തിലങ്ങന്മാരെഴുന്നള്ളണം. രാജധാരങ്ങളെയും നഗരാഭയം രാജീവ് സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാലനന്തരം നാഥനെ കണ്ടു വണങ്ങിയ സാധ്യമെല്ലാം ധൃതം. ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു. യൂതപന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പൂരിശോഭയും കണ്ടാനന്ദ മുൾക്കൊണ്ടും മധ്യകക്ഷാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശതുല്യമുഖിയായ മാനിനി താരാജഗന്മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയാ മന്ദസ്മിതം പൂണ്ടു ചെന്നാളഹോ തവ മന്ദിരമായതിന്നെന്നറിഞ്ഞിലയോ. ഭക്തനായത്രയുമുത്തമനായി തവ ധൃത്തനായൊരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി. ചാബല്യമേറുമിജ്ജാതികൾ കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശുഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായിക വേണം. ദയാനിധേ ഭക്തപാരായണ നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു. 10 ദിക്കിന്നും കവികുല പ്രൗഢരും വന്നു നിറഞ്ഞതു കാണിവിടെ ഒന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചരകുലമൊക്കെയൊടുക്കുവാൻ ശക്തരത്രേ കവിസത്തമന്മാരെല്ലാം. പുത്രകളത്രമിത്രാന്വിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവപാദാംബുജം വന്നിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും. താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിസ്തൃതനായ സുഗ്രീവനും സത്വരമുദ്ധാനവും ചെയ്തു വന്നിച്ചു. മത്തനായി വിഖ്വലീദക്ഷണനാം കവി സത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ. മിത്രാത്മജനോടു ചൊല്ലിനാൻ നീ രഘു സത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ. വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നു അറിയുക നീ. അഗ്രജമാർഗം ശമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതീനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. യുദ്ധമരുൾ ചെയ്വതിനെന്തു കാരണം. ഭക്തനേറ്റ പുരുഷോത്തമൻ കവി സത്തമന്മാരോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ. കാരാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നതു താമസാമെന്നിയേ വാനര പുങ്കവൻ. വിസ്തൃതമായിരുന്നിടുക ഇല്ലേതും വിസ്മയമമ്മാറു കണ്ടിലയോ ഭവാൻ. വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കും മായയാമെന്നിയേ വാനരനായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും മാരൂഢ ലജ്ജനായി നിൽക്കും
ദേഹിക്കും ദശാന്തരേ. സുഗ്രീവനാർഘ്യപാദാദ്യേന പൂജ ചെയ്തഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്തരാഹവ കാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർഗിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നെ യോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോടു ചൊല്ലിയിടിനാൻ. ദുഃഖേന ഞാൻ പരൂഷങ്ങൾ പറഞ്ഞതു മൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്കൽ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനെടോ. വൈകാതെ പോകാവനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നിതുമെടോ. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കരുതെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗ ശംഖാദി നാദത്തോടും. അഞ്ജനാപുത്ര നീലാംഗദ ധൈര്യല മഞ്ജസ വാനര സേവയോടും തഥാ ചാമരാശ്വേതാദപത്ര വ്യജനവാൻ സാമര സൈന്യാനഖണ്ഡലനെ പോലെ. രാമൻ തിരുവടിയെ ചെന്നു കാൺമതി ആമോദമോടു നടന്നു കബീവരൻ. ഗഹ്വരധാരി ശിലാതലേ വാഴുന്ന വിഹ്വല മാനസം ചീരാജിനധരം. ശ്യാമം ജടാമകൂടോജ്വലം മാനവം രാമം വിശാല വിലോചനം ശാന്തം മൃദുസ്മിത ചാരു മുഖാംബുജം കാന്താവിരഹ സന്തതം മനോഹരം സന്തപ്തം മനോഹരം. കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കബീവരൻ. തേരിൽ നിന്നാശു താഴത്തിറങ്ങിടിനാൻ വീരനായോരു സൗമിത്രിയോടും തഥാ. ശ്രീരാമപാദാരവിന്ദകേ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരാവീരനെ കാരുണ്യമോടു ഗാഠം പുണർന്നിടിനാൻ. സൗഖ്യമല്ലി ഭവാനെന്നുരാ ചെയ്തുടാൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യ പുത്രനും പ്രീതി പൂണ്ടാൻ തുലോം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചതന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണമാതരാൽ. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കട വീരരി കാണായതൊക്കവേ. നാനാ കുലാചല സംഭവന്മാരിവർ നാനാ സരിദ്വീപ ശൈലാനിവാസികൾ. പർവ്വതതുല്യ ശരീരികളേവരും മൂർത്തിപദേ കാമരൂപികളത്രയും. ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ. ദേവാംശ സംഭവന്മാരി വരാകയാൽ ദേവാരികളെയൊടുക്കുമിവരിനി. കീഴിൽ ഗജാബലന്മാരിതിലുണ്ടുതാൻ കീഴിൽ ഗജശക്തിയുള്ളോരുണ്ടു. കേജി ദമിത പരാക്രമമുള്ളവർ കേജി മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും. കേജി മഹേന്ദ്ര നീലോൽപലാരൂപികൾ കേജിൽ കനക സമാന ശരീരികൾ. കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരഥാപരേ. ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യമിവരോളമില്ലാർക്കും. നിങ്കഴൽ പങ്കജത്തിങ്കേലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കവിബലം. മൂലാഫലാജല പക്വാശനന്മാരായി ശീലാഗുണമുള്ള വാനരന്മാരിവർ. താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുല പുങ്കവ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.